ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഒരു നല്ല ദിവസം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും അല്ലേ, തിരുവത്താഴമൊക്കെ കൈക്കൊള്ളാൻ എല്ലാം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഇതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇതേ സമയങ്ങളിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുകയായിരുന്നു അല്ലേ. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോഴെന്താണ് യേശു ചെയ്തതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിശാച് വിചാരിച്ചു ദൈവരാജ്യത്തിൻ്റെ അവസാനമാണ് യേശുവിനെ അടച്ചാലെന്ന്. എന്നാൽ അവിടെ ആയിരുന്നു എല്ലാത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. നമുക്ക് യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നത്? സന്തോഷം തോന്നുന്നവരും സങ്കടം തോന്നുന്നവരുണ്ടോ? നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ? സന്തോഷം. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ് അല്ലേ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? യേശു ഇന്ന് കല്ലറയ്ക്കകത്തല്ല. ഹല്ലേലൂയ. യേശു ഇന്ന് നമ്മളിൽ വസിക്കുകയാണ്. താൻ ഉയർത്തെഴുന്നേറ്റ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ ഈ ദുഃഖവെള്ളി, ഈസ്റ്റർ അല്ലെങ്കിൽ ഈ പെസഹ വേഴമൊക്കെ വരുന്ന സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനാലൊക്കെ നിറയുന്നതിന് മുമ്പേ, ദൈവശബ്ദം കേൾക്കുന്നതിന് മുമ്പേ ദുഃഖവെള്ളിയാഴ്ച ഞാൻ കറുത്ത കളർ ഡ്രസ്സ് ഇടും. ശരിക്കും ഇട്ടിട്ടുണ്ട്. കറുപ്പ് എവിടെയെന്ന് നോക്കി വെച്ചിടും. എന്തുകൊണ്ടാണ്? ഭയങ്കര ദുഃഖമാണെന്ന് കാണിക്കാൻ. ശരിക്കും ദുഃഖമൊന്നുമില്ല. യേശു മരിച്ചതല്ലേ, അതുകൊണ്ട് മരിക്കുമ്പോൾ എന്തിടണം? കറുപ്പിടണം. കറുത്ത കൊടിയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് എൻ്റെ അകത്തുള്ള ഒരു തോന്നലാണെന്ത്, ഈ കറുത്ത ഡ്രസ്സ് ഇടണോ. അന്ന് ചർച്ചിൽ പോകുമ്പോൾ കറുത്ത ഡ്രസ്സ് നോക്കിയിടും. വൃത്തിയുള്ള നല്ല ഡ്രസ്സുകളുണ്ട്, ഒന്നും ഇടില്ല. എന്താണ് ഏറ്റവും മോശമായത്? കാരണം യേശു മരിച്ചിട്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് പോയാൽ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചാലോ എന്നൊക്കെയാണ് ഞാൻ ചെറുപ്പകാലത്ത് ചിന്തിച്ചിരുന്നത്. ഞാൻ ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും മോശമായ ഒരു കറുത്ത വസ്ത്രം ഇട്ടിട്ടാണ് ചർച്ചിൽ പോകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഞായറാഴ്ച ആവുമ്പോൾ ഏറ്റവും പുതിയ വസ്ത്രം ഇടും. എന്ത് പറ്റി? യേശു ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ വർഷവും വെള്ളിയാഴ്ച യേശു മരിക്കുകയും ഞായറാഴ്ച യേശു ഉയർക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ സ്വരം എൻ്റെ അകത്ത് നിന്ന് കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് കാര്യം മനസ്സിലായി? യേശു എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ആ ഓർമ്മ പുതുക്കുകയും സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് വിഷമിക്കാനുള്ള ദിവസങ്ങളല്ല. ഹല്ലേലൂയ. എന്നാൽ ഒത്തിരി നമ്മുടെ മതപ്രകാരം നമ്മൾ നോക്കിയാലുണ്ടല്ലോ, മതം അനുസരിച്ച് ഈ ക്രൂശിൻ്റെ പാട്ടുകളൊക്കെ പാടും അല്ലേ ഈ ഒരു ദിവസത്തിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് പാട്ടാണ് പാടേണ്ടത്? ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പക്ഷെ നമ്മൾ എന്താണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്? ഇതാ കേൾക്കുന്നു ഞാൻ ഗതശമനത്തോട്ടത്തിലെ പാപിയെനിക്കായി മഞ്ഞ നൽകിയിടുന്ന, അങ്ങനെയല്ലേ? ഇതാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ആ പാട്ടൊക്കെ നമ്മളൊന്ന് മാറ്റിപ്പാടണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിൽ താൻ വസിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. ഹീസ് വിത്ത് മീ ഓൾവേസ്. ഹല്ലേലൂയ. എപ്പോഴും എൻ്റെ കൂടെ താനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കൂടെ നടക്കുകയാണെന്ന് വെക്കുക. എൻ്റെ മോള് കരയുകയാണ്, എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞാലോ, അമ്മയായ എനിക്ക് എന്തോ വിഷമം തോന്നും അല്ലേ? കൂടെ നടക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നാൽ അല്ലേ വിഷമം തോന്നുമില്ലേ? തോന്നും. അപ്പോൾ യേശു നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ വിഷമിച്ച് നടക്കണോ സന്തോഷത്തോടെ നടക്കണോ? സന്തോഷത്തോടെ നടക്കണം. എന്നാൽ ഇന്ന് മതം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല, ആചാരങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല, അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. അതിനകത്ത് ആ ദിവസങ്ങളിൽ നമ്മൾ ദുഃഖിക്കുകയും ഉപവസിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതങ്ങനെ പഠിപ്പിക്കുന്നു. ഉപവസിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ദിവസം വേണം ഉപവസിക്കാം. പക്ഷെ ദുഃഖവെള്ളിയാണെന്ന് കരുതി ഉപവസിക്കരുത്. ഹല്ലേലൂയ. 40 50 ഒക്കെ ഉപവാസം എടുത്തോ. ഹല്ലേലൂയ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ദുഃഖവെള്ളി ആയതുകൊണ്ട് ഞാൻ ദുഃഖിക്കും, ഞാനന്ന് കഞ്ഞിയെ കുടിക്കും എന്ന് നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? യേശു എൻ്റെ ഉള്ളിലായിരുന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നാളെ ഇവിടെ കഞ്ഞിയുണ്ട്, ചോറ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്
എല്ലാവർക്കും കൂടി ചോറ് വെച്ചിട്ട് രാവിലെ ആരാധന നടത്താൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം കഞ്ഞി തരുന്നു. ബിരിയാണി തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത പ്രാവശ്യം തൊട്ട് ദുഃഖ വെള്ളിയാഴ്ച ബിരിയാണി തരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നാളെ ആരാധനയ്ക്ക് വരുന്നവർക്ക് സന്തോഷത്തോടെ, വീട്ടിലൊന്നും വെച്ചില്ലെങ്കിലും സന്തോഷത്തോടെ വരിക. നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് സന്തോഷത്തോടെ പോകാം. കഞ്ഞി വെക്കണമെന്ന് വിചാരിക്കുന്നു, വെക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. അത് രാവിലെ ദൈവം തരുന്ന ബലത്തിനനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശരിക്കും സന്തോഷത്തോടെ ആയിരിക്കണം. ഒരിക്കലും ഒരു സഹോദരൻ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ കഞ്ഞി കുടിച്ച് വളരെ ദുഃഖത്തോടെ ഇരിക്കുക. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളൊക്കെ ബിരിയാണി തിന്ന് സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യേശു മരിച്ച ദിവസം നിങ്ങൾ ബിരിയാണി തിന്നോ? അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ ആ മനുഷ്യനെ നമ്മൾ എത്ര പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാൻ തയ്യാറല്ല. സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഹെഡ് നോളജ് മാത്രമേ ഉള്ളൂ, റെവലേഷൻ ഇല്ല. ഹല്ലേലൂയ. വെളിപ്പാടില്ല. മനസ്സിലാവുന്നുണ്ട്? അകത്തെ ആത്മാവിൽ കിട്ടിയിട്ടില്ല കാര്യം. ഇപ്പം എന്ത് നോളജ് മാത്രമേ ഉള്ളൂ? ബ്രെയിൻ നോളജ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ദൈവമക്കളായിരിക്കുമ്പോൾ വേണ്ടത് ഹെഡ് നോളജ് അല്ല, സ്പിരിറ്റ് നോളജാണ്, റെവലേഷൻസ് ആണ് വേണ്ടത്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ അറിയണം, ഞാൻ എന്നോട് കൂടെ എപ്പോഴും ഇരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അപ്പൊ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നതും ദുഃഖം എന്ന് പറയുന്നതും ഡേയ്സ് അല്ല തീരുമാനിക്കുന്നത്, ദിവസങ്ങളല്ല തീരുമാനിക്കുന്നത്. അതാ ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവന്ന, നമ്മുടെ ദുഃഖവും സന്തോഷവും തീരുമാനിക്കുന്നത് ദിനങ്ങളല്ല, പിന്നെന്താണ്? നമ്മുടെ ആത്മാവിലെ സന്തോഷം, നമ്മുടെ ആത്മാവിൽ വന്ന ആ ഒരു ചൈതന്യം, ആത്മാവിൽ വന്ന ഒരു ജീവൻ. എങ്ങനെ നമുക്ക് ആത്മാവിന് ജീവൻ വെച്ചു? യേശു ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്താൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുകൊണ്ട് ഞാൻ ഈ ഓർമ്മ പുതുക്കുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു. ഹല്ലേലൂയ. അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ സന്തോഷമാണത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഇപ്പോൾ ജീവൻ എന്ന് പറയുമ്പോൾ രണ്ട് ജീവനുണ്ടല്ലേ? എനിക്ക് എന്ത് ജീവനൊക്കെ ഉണ്ട്? ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ജീവനുണ്ട്. അത് ഏത് ജീവനാണ്? നശിച്ചു പോകുന്ന ജീവനാണ്. എന്നാൽ യേശുവിടെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? നിത്യമായ ജീവൻ. നമുക്കതൊന്ന് വായിച്ചാലോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം എടുക്കാം നമുക്ക്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതിൻ്റെ 6-ാം അധ്യായത്തിലെ 35, 36 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 6-ാം അധ്യായം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. മതി. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുന്നില്ല, യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് ദാഹിക്കുന്നില്ല? അങ്ങനെ യേശു സംസാരിക്കണമെങ്കിൽ ഈ ഒരു ജീവിതത്തെ പറ്റി അല്ലല്ലോ അല്ലേ പറയുന്നത്? ഇപ്പൊ നമുക്ക് വിശപ്പിൻ ദാഹമൊക്കെ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മൾക്ക് വന്നാൽ നമുക്ക് ഒരിക്കലും വിശക്കില്ല, ഒരിക്കലും ദാഹിക്കുകയുമില്ല. അപ്പൊ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഏതാണ്? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു നിറവിന്റെ ഒരു ജീവിതത്തെ പറ്റിയല്ലേ യേശു അവിടെ സംസാരിക്കുന്നത്? എന്തായിരിക്കും അങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ? ആന്റി എന്ത് പറയുന്നു ഓമനെ? വിശക്കാത്ത, ദാഹിക്കാത്ത ഒരു ജീവിതം. അതെന്ത് ജീവിതം? നിത്യമായ ഒരു ജീവൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ ജീവൻ എപ്പോ നമുക്ക് കിട്ടി? യേശുവിനെ നമ്മൾ അറിഞ്ഞപ്പോൾ, വിശ്വസിച്ചപ്പോൾ. യേശു പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് എൻ്റെ ജീവനുണ്ട്, എൻ്റെ മാംസം തിന്നുന്നവന് ജീവനുണ്ട്. ആരുടെ ജീവൻ? യേശുവിൻ്റെ ജീവൻ. എൻ്റെ രക്തം കുടിക്കുന്നവന് ജീവനുണ്ട്. ആരുടെ ജീവൻ? യേശുവിൻ്റെ ജീവൻ. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ അപ്പം കഴിക്കുമ്പോഴും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴും നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുന്നത്? യേശുവിൻ്റെ ശരീരവും രക്തവും ഞാൻ പങ്കിടുകയാണ്. ശരിയല്ലേ? ഹല്ലേലൂയ. നമ്മളപ്പോ ഓരോ പ്രാവശ്യം അത് എടുക്കുമ്പോഴും യേശുവിൻ്റെ ശരീരവും രക്തവും ഞാൻ പങ്കിടുകയാണ്. അപ്പൊ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ.
അങ്ങനെ ഭാഗമാക്കാനാണ് യേശു നുറുങ്ങിയത്. ഹല്ലേലൂയ. അപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതെന്താകില്ല? കതിരായി വരില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യേശു മാത്രമായി ഇരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഉണ്ടാകില്ല. എന്നാൽ യേശു എന്ന ഒരു വിത്ത് വീണ് തകർന്നപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാം ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. അപ്പൊ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. അത് ആരുടെ ജീവനാണ്? യേശുവിൻ്റെ ജീവൻ. നിങ്ങൾ പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്. എൻ്റെ ഞരമ്പിലൂടെ ഓടുന്ന ചോര എൻ്റെതല്ല, യേശുവിൻ്റെ ബ്ലഡാണ്. ഹല്ലേലൂയ. ആ രക്തത്താലാണ് ഞാൻ ജീവിക്കുന്നത്, ആ മാംസമാണ് ഞാൻ ഭക്ഷിക്കുന്നത്, ആ രക്തമാണ് ഞാൻ കുടിക്കുന്നതെങ്കിൽ ആ രക്തത്തിലുള്ള ജീവൻ എന്നിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, സകല രോഗങ്ങളെയും വഹിക്കുന്നത് രക്തമാണ്. രോഗങ്ങൾ, അപ്പൊ എന്ത് രോഗം അറിയണമെങ്കിൽ ഡോക്ടർ പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? രോഗം കണ്ടുപിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്നാൽ ഈ രോഗങ്ങളെല്ലാം വഹിക്കുന്ന രക്തത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു രക്തമുണ്ട്. അതാണ് യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ പാനപാത്രവും അപ്പോ എടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ശരീരം സൗഖ്യമാകും. ഈ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ സൗഖ്യമാകും. എന്തുകൊണ്ടാ? യേശുവിൻ്റെ രക്തം എൻ്റെ രക്തത്തോട് മിക്സായി എൻ്റെ രക്തത്തെ അത് ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്തത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗാണുക്കളെയും നീക്കാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയില്ലേ? കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തോട് കൂടി അത് കുടിക്കണം. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം, എൻ്റെ ഉള്ളിലേക്ക് ആ ജീവൻ വ്യാപരിക്കുകയാണ്, ഞാൻ അതിനെ പങ്കുകാരനാവുകയാണ് ഓരോ പ്രാവശ്യവും. ഹല്ലേലൂയ. നമ്മൾ സാധാരണ അപ്പവും മീഞ്ഞൊക്കെ എടുക്കുമ്പോൾ മുമ്പെയൊക്കെ ഒരു കാര്യവും മനസ്സിലാകാതെ ഞാൻ എടുത്തിട്ടുള്ള സമയങ്ങളുണ്ട്. പാട്ട്, ക്രൂശീകരണത്തിൻ്റെ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വിഷമം തോന്നുമെങ്കിലും, അത് ചുമ്മാ ഒരു സെൻറ്റിമെൻറ്റ്സ് വേണ്ടി തോന്നുന്നെങ്കിലും, എന്താണ് ഈ എടുക്കുന്നതിൻ്റെ അർത്ഥമെന്നറിയാതെ ഞാൻ എടുത്ത സമയങ്ങളുണ്ട് മുമ്പേ. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട അനുഭവത്തിന് ശേഷം ഓരോ പ്രാവശ്യവും ഞാൻ ഈ അപ്പവും വീഞ്ഞും എടുക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക് വ്യാപരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും അതെൻ്റെ ശരീരത്തിലും ആത്മാവിലും ഞാൻ അനുഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഈ കർത്തൃമേശ എടുക്കുന്നതിൻ്റെ ബലം എന്ന് പറയുന്നത്. എന്നാൽ എത്രയോ പേർ ഇന്ന് ആത്മാവിൽ ആയിട്ട് ഈ കർത്തൃമേശ എടുക്കാത്തവരുണ്ട്, ധാരാളം പേരുണ്ട്. അവരിത് വലിയ കാര്യമായിട്ട് പോലും കാണുന്നില്ല. എന്തുകൊണ്ടാ? അവർക്കറിയില്ല എന്തിനാണ് ഈ കർത്തൃമേശ എടുക്കുന്നതെന്ന്, എന്തിനാണ് ഈ തിരുവത്താഴം നമ്മൾ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇത് പുതിയ നിയമത്തിന് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തമാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിത് കുടിക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഞാനിതാ അപ്പം പോലെ തകർക്കപ്പെടുകയാ, അതിൻ്റെ പാർട്ടിതാ നിങ്ങൾക്കിതാ തരികയാ ഞാൻ. ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ തകർക്കപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ തകർക്കപ്പെട്ടെന്ന് നിങ്ങൾ നുറുക്കുമ്പോൾ, ഓർമ്മയോടെ അത് നമ്മൾ ചെയ്യുമ്പോൾ, യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് ഞാൻ ഉൾക്കൊള്ളുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി മറ്റൊന്നായിരിക്കും. പിശാചിന് നിങ്ങളുടെ അടുത്ത് വരാൻ പോലും പറ്റില്ല. കാരണം എന്താ? യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ശരീരത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളിത് കുടിക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്. എന്നാൽ തെറ്റായ രീതിയിൽ ഇത് കുടിച്ചാലോ തിരിച്ച് രോഗികളായിപ്പോവും. നമ്മൾ വചനം പറയുന്നുണ്ടല്ലേ, നമ്മൾ ചിന്തിക്കാതെ, നമ്മുടെ ശരീരത്തെ വിവേചിക്കാതെ, ഹൃദയത്തെ വിവേചിക്കാതെ ഈ രക്തം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അനേകരും രോഗികളാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും വിശുദ്ധിയോടെ ഇതിനെ കാണണം. ഹല്ലേലൂയ. ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. എത്രയോ പേർ തലേ ദിവസം മദ്യപിക്കുന്നു, പിറ്റേ ദിവസം കർത്തൃമേശ എടുക്കുന്നു. അങ്ങനെയുള്ളവരുണ്ട്. അവർക്കൊന്നും യാതൊരു ലജ്ജയും തോന്നാറില്ല. എന്നാൽ അവർ എപ്പോഴാണെന്ന് അറിയാമോ മനസ്സിലാക്കുന്നത്? കാലം പോകുമ്പോൾ രോഗങ്ങളാൽ അവർ പിടിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തവും മദ്യവും ഒരേ സമയം സേവിക്കുന്ന ശരീരങ്ങൾ കാലങ്ങൾ പോകുമ്പോൾ രോഗത്താൽ പിടിക്കപ്പെടുന്നു. പിന്നെ അവർക്ക് അറിയില്ല ഇതെങ്ങനെയാ രോഗം വന്നത്, കാരണം വേരിവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. രോഗങ്ങളുടെ കാരണം തെറ്റായ പാപങ്ങളിൽ അകപ്പെട്ടിട്ട് അവർ പോയി കർത്തൃമേശ എടുക്കും. മനുഷ്യരുടെ മുഖം നമുക്ക് മറച്ചു വെക്കാം അല്ലേ, നമ്മളൊന്നും അറിയില്ല. കൊടുക്കുന്ന ദേവദാസന് ഒരു പക്ഷെ അറിയണമെന്നില്ല, പക്ഷെ
ആര് കണ്ടുകൊണ്ടിരിക്കുക? ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ ഭൂതങ്ങളുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ മറ്റു വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയി കൊണ്ടുവരുന്ന നേർച്ചകളോ കാഴ്ചകളോ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ വിഗ്രഹങ്ങളുടെ അടുത്തൊക്കെ എണ്ണയൊക്കെ പ്രാർത്ഥിച്ച് വിഗ്രഹങ്ങളുടെ അടുത്തങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ട് പല മേഖലകളിൽ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇട്ടാൽ എന്താണ്? അത് ദോഷമായിട്ട് മാറും. എന്തുകൊണ്ടാണ്? നമ്മൾ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും ആ ജീവനാൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ അതിനെ, ആ ശരീരത്തെയോ രക്തത്തെയോ കളങ്കപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ പിശാച് പറയും, ഈ രക്തത്തിന്റെ ശക്തി ഇനി നിന്നിൽ വ്യാപരിക്കില്ല. എന്തുകൊണ്ടാണ്? മറ്റൊരവകാശം അവനവിടെ ലഭിക്കുകയാണ്. വേറെ ഒരു ആരാധന മൂർത്തിയിൽ പ്രസാദിപ്പിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയോ അയോഗ്യമായി അത് ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരാം. നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവന് ഒരിക്കലും വിശക്കയില്ല, ഒരു നാളും ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ആത്മീകമായ ഒന്നും കൂടെയാണ്. യേശു ആരാണ്? ജീവന്റെ അപ്പം. യേശു ആരാണ്? വചനമാണ്. ശരിയാണല്ലോ? വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണെങ്കിൽ വചനം നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണല്ലോ? നമ്മുടെ ഭക്ഷണവും പാനീയവും വചനമായി മാറണം. നമുക്ക് വിശക്കുമ്പോൾ എന്ത് കഴിക്കണം? വചനം കഴിക്കണം. ദാഹിക്കുമ്പോൾ എന്ത് കഴിക്കണം? വചനം കഴിക്കണം. ഹല്ലേലൂയ. ഭൗതികമായ ഭക്ഷണത്തെ പറ്റിയല്ല പറയുന്നത്, ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച്. ഹല്ലേലൂയ. അങ്ങനെയാവുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ ജീവൻ വ്യാപരിക്കും, നമ്മുടെ ദാഹം ശമിക്കും, നമ്മുടെ വിശപ്പ് ശമിക്കും. എന്തിനോ ഒക്കെ മനസ്സിലൊരു തൃപ്തി ഇല്ലാത്തതായി തോന്നുന്നവർ എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു തൃപ്തിയും ലഭിക്കില്ല. എന്ത് ചെയ്താലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, വചനത്തെ ആശ്രയം വയ്ക്കുക. ഹല്ലേലൂയ. വചനത്തെ ഭക്ഷിക്കുക. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകാനായിട്ട് വചനം ഭക്ഷിച്ചാൽ മതി. വചനം ഭക്ഷിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത്? നിത്യമായ ജീവൻ. ഹല്ലേലൂയ. എൻ്റെ പിതാവ് തന്നതെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ നിത്യജീവനെ കൊടുക്കും. അവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? നിത്യജീവനുണ്ട്. യേശു ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ആ വാക്യം എവിടെയാണെന്ന് ഞാൻ വായിക്കാം. അതിന്റെ തന്നെ 38-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 38. ഞാൻ ഒരു നാളും എന്നെ തള്ളിക്കളയുകയില്ല. അതുകൂടെ വായിക്കണേ. 37. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അപ്പോ ഈ അപ്പം കഴിക്കുന്നവർക്ക് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. എന്താണ്? ഒടുക്കത്തെ നാളിൽ നമ്മളെല്ലാവരും ഉയർക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്? വ്യാപരിക്കുന്ന ജീവൻ വേറെയാ. ഇത് നശിച്ചു പോകാൻ പറ്റില്ല ഈ ശരീരത്തിന്. എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. ശരിയല്ലേ? യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായോണ്ട് ഈ ശരീരം ഉയർത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ എൻ്റെ ശരീരം പുതിയതായി ഉയർക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്? എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനാണ്. ഞാൻ യേശുവിൻ്റെ ജീവിതത്തിന്റെ പാർട്ടേക്കേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? പാർട്ടേക്കേഴ്സ് എന്ന് പറയുമ്പോൾ പങ്ക് വഹിക്കുന്ന ആൾ. അങ്ങനെയല്ലേ? പങ്ക് വഹിക്കുന്ന ആളാണ് ഞാനും. ആ ജീവന്റെ പങ്ക് എനിക്കുമുണ്ട്. അതുകൊണ്ട് യേശു എപ്രകാരമാണ് ഉയർത്തെഴുന്നേറ്റത്, അതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും.
ഒരു ജീവൻ പോലും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ജീവൻ, എൻ്റെ ശരീരം നശിച്ചു പോകാനുള്ളതല്ല. ദൈവം പറഞ്ഞിരിക്കുന്ന സമയത്ത്, പറഞ്ഞിരിക്കുന്ന നാളിൽ എൻ്റെ ഈ ലോകത്തിലെ ആയുസ് തീർന്നാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ആ ജീവനാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്? പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? ഭയം വരുന്ന എന്തിനാണ്? യേശുവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുണ്ട്, യേശുവിൻ്റെ രക്തം എൻ്റെ ഉള്ളിലുണ്ട്, യേശുവിൻ്റെ ശരീരം ഞാൻ ഭക്ഷിക്കുന്നു, ആ ശരീരം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഭയക്കുന്നു? ചില സാഹചര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പതറിപ്പോകുന്നു. എന്തുകൊണ്ട്? പിശാച് ഓരോ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നു. എന്തുകൊണ്ട്? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം, വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടില്ലാത്തതുകൊണ്ട്. നമുക്ക് വീണ്ടും തോന്നും ഇതിപ്പോ എൻ്റെ രക്തം തന്നെയല്ലേ, ഇതിപ്പോ എൻ്റെ ശരീരം തന്നെയല്ലേ. വിശ്വാസം എന്നതോ, ബാക്കി പറഞ്ഞോ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാനായിട്ട് തയ്യാറാകണം. യേശുവിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കുടിച്ചതല്ലേ, കർത്താവിന് അനുഗ്രഹിച്ചു തന്നാണ് ആ പാനപാത്രം കുടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കണ്ടേ? എന്ത് വിശ്വസിക്കണം? യേശുവിൻ്റെ രക്തം ഞാൻ കുടിച്ചു, അങ്ങനെ വിശ്വസിക്കണ്ടേ? അയ്യോ, വിശ്വാസമൊക്കെ പോയോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇവിടെ നിശ്ചയവും ഇല്ല, ഒന്നുമില്ല. കാണാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. യേശുവിൻ്റെ രക്തം ഞാൻ കുടിക്കുന്നതിനാൽ എൻ്റെ ശരീരം രോഗത്തിനോ പാപത്തിനോ പിശാചിനോ ഇനി അധീനപ്പെടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്താൽ പിശാച് 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറും. എന്നാൽ നമ്മളോ, നമുക്കെങ്ങും വിശ്വാസമൊന്നുമില്ല. നമ്മൾ എല്ലാവരും കുടിക്കുന്നു, നമ്മൾ കുടിക്കുന്നു, അപ്പൊ എന്താ കുഴപ്പം? എല്ലാവരും കർത്തൃമേശ എടുക്കുന്നു, ഞാനും കർത്തൃമേശ എടുക്കുന്നു. എല്ലാവരും സ്നാനപ്പെട്ടു, ഞാനും സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയല്ല, അങ്ങനത്തെ പരിപാടിയല്ലത്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മൾ കർത്തൃമേശ എടുക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഹല്ലേലൂയ. ഇത് വെറുതെ ഒരു തമാശ കളിയല്ല. ഇത് വലിയ കാര്യം ഇതിനകത്തുണ്ട്. എന്നാൽ പിന്നെ യേശുവിന് പെസഹ എന്നും ആചരിക്കാതെ അങ്ങ് പോയാൽ പോരെ? എന്തായാലും യേശു മരിക്കാൻ പോയല്ലേ. യേശു മരിക്കുമെന്ന് തനിക്ക് അറിയാവുന്നതുകൊണ്ട് മുന്നമേ ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് പെസഹ ഒരുക്കാൻ പറഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരോട് താൻ എല്ലാം പറഞ്ഞേച്ചാ പോയത്. പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാണ്, നിങ്ങളിത് കുടിക്കണം. പൗലൂസ് അന്നേരം ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ, 12 ശിഷ്യന്മാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പൗലൂസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇതൊക്കെ പൗലൂസിന് എങ്ങനെ മനസ്സിലായി? ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? എന്തുവാണ്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തിയായിരിക്കും? ആ രാത്രി അതുപോലെ അങ്ങ് കാണുക. പൗലൂസ് എങ്ങനെ കണ്ടു? ദർശനത്താലെ കണ്ടു. ഹല്ലേലൂയ. യേശു കാണിച്ചു കൊടുക്കുക, ആ ദിവസത്തെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുക പൗലൂസിനെ. നീ നോക്കിക്കേ, ആ രാത്രി ഞാൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുന്നത് നീ കണ്ടായിരുന്നോ? കണ്ടു. രക്തം വീഞ്ഞ് വാഴ്ത്തുന്നത് കണ്ടു. ഓക്കെ, ഇത്രയും മതി. എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുത്തു. പൗലൂസ് എഴുതി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാത്രിയിൽ അതിനു മുമ്പ് ഒരു വചനം ഉണ്ടല്ലോ, അറിയാമോ? ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ആ വചനം വായിക്കുമ്പോ എന്താണ് അത് തുടങ്ങുന്നത്? എന്താണ്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരിൽ നിന്ന് പ്രാപിച്ചതല്ല പൗലോസ്, ആരിൽ നിന്ന് പ്രാപിച്ചതല്ല, മനുഷ്യരിൽ നിന്നോ. അതിലിരുന്ന 12 ശിഷ്യൻ, 12 ഇല്ല, യൂദ പോയി, പോട്ടെ, 11 ശിഷ്യന്മാരിൽ നിന്നോ കേട്ടതോ പറഞ്ഞതോ അറിഞ്ഞതോ അല്ല. ദൈവം ദർശനത്താൽ ആ ദിവസത്തെ ഒരിക്കൽ കൂടി പൗലൂസിന്റെ മുന്നിലേക്ക് വെളിവാക്കി. ഹല്ലേലൂയ. താൻ കണ്ടു ആ ദിവസം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞത്, ഇതെന്റെ ശരീരം, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ അതിന് അത്രയേറെ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ.
നമ്മളത് ഓരോ പ്രാവശ്യവും ആ അപ്പവും രക്തവും സ്വീകരിക്കുമ്പോൾ ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുകയാണെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. എടുക്കാതെ ഇതിനെ അലക്ഷ്യമാക്കി നടക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് കർത്തൃമേശ എടുക്കാതിരിക്കുന്നെങ്കിൽ കർത്തൃമേശ എടുക്കണം. അവരോട് പറയണം. സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശരീരത്തോടും രക്തത്തോടും പങ്കാളികളായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തേലും മനസ്സിലായി? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നിങ്ങളാൽ കഴിയുന്നവർക്കെല്ലാം, നേരത്തെ വരാൻ കഴിയുന്നവർക്കെല്ലാം വരാം. 10 മണിക്ക് നമുക്ക് കുറച്ച് സമയം ഒന്ന് ടങ്സിലൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളത്തെ ദിവസം നമുക്കൊന്നിച്ചു കൂടിയിരുന്ന് ആത്മാവിലൊക്കെ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഉച്ചയ്ക്ക് ചെറിയൊരു ലഘു ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും 10 മണിയോടുകൂടെയൊക്കെ വരാനായിട്ട് ശ്രമിക്കുക. 10 മണിക്കല്ലേ? 10 മണിക്ക്. ഓക്കെ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 12 മണിയോടുകൂടെയൊക്കെ ഇത് അവസാനിപ്പിച്ച് നമുക്ക് പോകാം. നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഇലക്ഷന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടിയൊക്കെ അന്യഭാഷയിലൊന്ന് ടങ്സിൽ പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എല്ലാവരും വരുമല്ലോ, ഇന്നായിരിക്കുന്ന എല്ലാവരും എത്തുമല്ലോ. സന്തോഷത്തോടെ വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരുമിച്ച് നിങ്ങൾക്കായി എല്ലാവർക്കായി പ്രാർത്ഥിക്കാനായി പോകും. നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇപ്പോൾ യൂട്യൂബിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ, അത് സമൃദ്ധിയായി ഉണ്ടാകട്ടെ. അവരുടെ ശരീരങ്ങൾ ശക്തിപ്പെടട്ടെ. ദേഹം, ദേഹി, ആത്മാവിൻ്റെ മണ്ഡലത്തെ കർത്താവ് അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. ആരോഗ്യത്തോടെ ആയിരിക്കാൻ, ആ ജീവൻ വ്യാപരിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.